തിരികെ വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് BJP രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അഴിമതി ഭരണത്തിനെതിരായി കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വികസന സന്ദേശത്തോടെയാണ് BJP മത്സരരംഗത്തുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. BJP കൊല്ലം വെസ്റ്റ് ജില്ലയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. കോർപ്പറേഷനിൽ 15 സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുൻ കേന്ദ്രമന്ത്രി BJP നേതാവുമായിട്ടുള്ള വി മുരളീധരനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഒപ്പം സ്ഥാനാർത്ഥികളുമുണ്ട്. എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷ, കേരളം ഒട്ടാകെ തന്നെ വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതിൽ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പ് കൊണ്ട് ഇവിടെയുള്ള ജനങ്ങളൊക്കെ വലഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് BJP വലിയൊരു ആത്മവിശ്വാസം ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്നത്. കൊല്ലത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സംഭാവന, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നേരിട്ട് അനുഭവമുള്ള ആളുകളാണ് കൊല്ലത്തെ ജനങ്ങൾ. ദശാബ്ദങ്ങളോളം മുടങ്ങിക്കിടന്നിരുന്ന കൊല്ലം ബൈപ്പാസ് അത് പ്രാവർത്തികമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടേതാണ്. അതിന് അനുസരിച്ച് നഗരഭരണവും സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം ഈ ഭരണകൂടങ്ങൾ അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാ വീട്ടിലും വൈദ്യുതി, ശുചിമുറികൾ, സൗജന്യ ഗ്യാസ് കണക്ഷൻ, എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, ഇതെല്ലാം നടപ്പിലാകുമ്പോൾ തെരുവുനായ ശല്യവും കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും മാലിന്യ നിർമ്മാർജ്ജനവും നഗരഭരണങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്വം നിറവേറ്റാൻ നഗരഭരണങ്ങൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം, അഴിമതിയുടെ അങ്ങേയറ്റത്തിലെത്തി നിൽക്കുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കിയെടുക്കാനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ശ്രമിക്കുന്നത്. തീർച്ചയായും എന്തായാലും 2 ഘട്ടം ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇനി ഒരു ഘട്ടം കൂടെ ബാക്കിയുണ്ട്. അതെ, വരുന്ന ദിവസങ്ങളിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ കോർപ്പറേഷൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിക്കും. 56 ഡിവിഷനിലും NDAയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും. ഇത്തവണ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാം കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ്, ഒന്നിനൊന്നും മെച്ചം. നമ്മളോടൊപ്പം വടക്കേവിള വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ് BJPയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള കേണൽ എസ് ഡിന്നി. അദ്ദേഹം എങ്ങനെയുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ? തീർച്ചയായിട്ടും നോക്കൂ, ഇന്ന് മെനഞ്ഞാന്ന് കുമ്മനം രാജേട്ടനായിരുന്നു വന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട മുരളിച്ചേട്ടനാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രവർത്തകരെ സംബന്ധിച്ചോളം വളരെ ഒരു ഇൻസ്പിറേഷനാണ്, നമുക്കെല്ലാം ഒരു ആത്മവിശ്വാസം തരുന്നതാണ്. അപ്പോൾ ഇവിടെ കൊല്ലത്ത് തന്നെ ഒരു സംസാരം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാറാത്തത് ഇനി മാറുമെന്ന് പറയുന്നത് അത് കൊല്ലത്തായിരിക്കും. ആക്ച്വലി അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള അതിൻ്റെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. നമ്മൾ പ്രവർത്തിക്കുക, ആ രീതിയിലുള്ളൊരു പൊളിറ്റിക്സാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു കാര്യം എന്താണ് പറയുന്നത് അത് തീർച്ചയായിട്ടും ചെയ്യും. കൊല്ലത്തൊരു മാറ്റം തന്നെ വരും. തീർച്ചയായും അത് തന്നെയാണ്. BJPയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അടക്കം മത്സര രംഗത്തുണ്ട്. BJPയുടെ ജില്ലാ സെക്രട്ടറി മോൻസിദാസ് ഇത്തവണ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ ഇതിനു മുമ്പ് നിന്നത് നമ്മുടെ ഗിരീഷ് ഏട്ടനാണ്, മങ്ങാട് ഗിരീഷ്. അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ജനങ്ങൾക്കും ഒരേപോലെയാണ് പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാ കേന്ദ്ര പദ്ധതികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് എല്ലാ കൗൺസിലേഴ്സും, BJPയുടെ എല്ലാ കൗൺസിലേഴ്സും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മളും ജയിച്ചു വന്നാൽ ഉണ്ടാവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് BJP നേതൃത്വം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനിയുള്ള നാളുകൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ അങ്ങനെ കൊല്ലത്തിൻ്റെ ഓരോ വീടുകളിലും വോട്ട് തേടി ഇവിടെയൊക്കെ സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ ജനങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളതും അതുതന്നെയാണ്. വികസനമാണ് അവർക്ക് ആവശ്യം. ആ വികസനം ആരാണോ കൊണ്ടുവരിക അവർ തന്നെയാകും വിജയിക്കുക. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.